ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൊടംപുളി ഇട്ട തക്കാളിക്കറിയാണ്. നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൊടംപുളി ഇട്ട തക്കാളിക്കറി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള അരിഞ്ഞതാണ്. അത് നീളത്തിൽ അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നല്ല രീതിയിലൊന്ന് പച്ചമണം മാറണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളൊരു 3 കുടംപുളി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കുറച്ചുകൂടി വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കറിയിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറി തിളച്ച് വന്നിരുന്നു കുറച്ച് ഉള്ളിയും തക്കാളിയും നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ടല്ലോ, അതിന് നമ്മളൊരു കയ്യിലെടുത്ത് നമ്മുടെ തേങ്ങ അരക്കണയിലേക്ക് കൂടി നമുക്കത് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി തിളച്ച് വന്ന കറിയിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക കൂടി ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് വറുത്തിടാം. അതിനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം അതൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളി കുടംപുളി ഇട്ട കറി റെഡിയായി വന്നിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.